ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ്റെ നിര്യാണത്തിൽ ഞാനും ദുഃഖം രേഖപ്പെടുന്നതോടൊപ്പം അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ അതിൻ്റെ റൂട്ട് കരാഞ്ചിറയാണെങ്കിലും വളർന്നത് മുഴുവൻ തൃശ്ശൂർ ബസലിക്ക അതിർത്തിയിലാണ്. അമ്മ വീട്ടിലാണ് പുള്ളി വളർന്നത്. അദ്ദേഹം തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ പഠിച്ച് MSc കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS നേടിയതിന് ശേഷമാണ് വൈദികനാകാനായിട്ടുള്ള ആഗ്രഹം. ആദ്യം ഈശോസഭ വൈദികരുടെ അടുത്തേക്ക് പോയി അവിടെ കുറച്ച് നാൾ നിന്നു. അത് കഴിഞ്ഞാണ് പുള്ളി തൃശ്ശൂർക്ക് വന്നത്. തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം വന്നു കഴിഞ്ഞ് കുണ്ടുകുളം പിതാവിനെ കാണാനാണ്. അപ്പോൾ ഞാനവിടെ ചാൻസലർ എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുണ്ടുകുളം പിതാവിനെ അന്ന് കണ്ട കാര്യം ഓർക്കുന്നത്. പിന്നെ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. 1995 അദ്ദേഹം വൈദികനായി. തുടർന്ന് ചില പള്ളികളിലൊക്കെ ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല മെഡിക്കൽ ഫീൽഡാണ്. MBBS ആണല്ലോ. അപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജായിട്ട്, ആശുപത്രി നേരത്തെ ഉണ്ടായിരുന്നു, കോളേജായിട്ട് അത് ആരംഭിക്കുന്നതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത് അദ്ദേഹം തന്നെയാണ്. അതുതന്നെയാണ് നഴ്സിംഗ് കോളേജ്, ഫാർമസിക്ക്, അങ്ങനെ ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളുടെ എല്ലാം. അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂർ ആശുപത്രിയുടെ വികസനത്തിനും അദ്ദേഹം ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഈ ബ്ലഡ് ഡൊണേഴ്സ് ഫോറം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കി തന്നെ സ്ഥാപകനായിട്ടുള്ള ഫ്രാൻസിസ് അച്ഛൻ തന്നെയാണ്. അദ്ദേഹം 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം എനിക്ക് സമർപ്പിച്ചിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അദ്ദേഹത്തെ ഞാൻ കിടപ്പായി കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. ഇനിയുള്ള സമയം പുസ്തകം എഴുതാൻ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ പുള്ളി ആ കാലഘട്ടത്തിൽ കിടപ്പായിരിക്കുന്ന അവസരത്തിൽ കുറേ പുസ്തകങ്ങൾ പുറത്ത് എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും നാടിനും സഭയ്ക്കും അതിരൂപതയ്ക്കുമൊക്കെ നിസ്തുലങ്ങളായ സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയിലെ മുൻ വികാരി ജനറൽ, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വികാരി ജനറൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇതിനൊരു പുതിയ പേര് തന്നെ, സാന്ത്വനം എന്ന പേര് അദ്ദേഹം തന്നെയാണ് പ്രപ്പോസ് ചെയ്ത് ഈ തൃശ്ശൂർ അതിരൂപതയുടെ വിവിധങ്ങളായ സാമൂഹ്യ സേവന മേഖലകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഏകോപന സമിതിയായിട്ട് സാന്ത്വനം എന്ന പേരിൽ. അപ്പോൾ അദ്ദേഹം അങ്ങനെ അതിൻ്റെ ഡയറക്ടറായിട്ടും വികാരി ജനറലായിട്ടും പിന്നെ പല പള്ളികളിൽ വികാരിയായിട്ടും അതിനേക്കാൾ ഉപരി ഈ മിഷൻ ആശുപത്രി പോലെയുള്ള സ്ഥാപനങ്ങളുടെ ആതുരസേവനമാണ് പ്രധാനമായിട്ടും, പ്രത്യേകിച്ച് പാവപ്പെട്ട ഉദ്ധരിക്കുന്നതിലും. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുകയാണ്. തൃശ്ശൂർ അതിരൂപതയിലെ സീനിയർ വൈദികരിൽ ഒരാളാണ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. അദ്ദേഹം തൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് MSc പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് മെഡിസിൻ പഠിക്കാൻ പോവുകയും ആ MBBS കഴിഞ്ഞ് സെമിനാരിയിൽ ചേരുകയും ചെയ്ത ഒരു വൈദികനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാതയിലൂടെ തൻ്റെ പൗരോഹിത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പുരോഹിതൻ സഭയിൽ ശുശ്രൂഷകനാണ്, എന്നാൽ സഭ ലോകത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യം എപ്രകാരം ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് അച്ഛൻ. സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറം. കേരളത്തിൽ ആദ്യമായി രക്തദാനം മഹാദാനം എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി ഈ ഒരു സംസ്കാരം തന്നെ വളർത്തിയെടുക്കുന്നതിൽ അച്ഛനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അത് പൗരോഹിത്യത്തിൻ്റെ ഒരു ബന്ധമുള്ളൊരു കാര്യം കൂടിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ നൽകി എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ നിരന്തരം നിറവേറ്റേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ അതിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയായിട്ട് മാറിയപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ടുള്ള മനുഷ്യനാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജൂബിലി മെഡിക്കൽ കോളേജ് അതൊരു മെഡിക്കൽ കോളേജാകുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചതാണ്. അത് അച്ഛൻ്റെ ആ ഒരു മെഡിക്കൽ രംഗത്തുള്ള പ്രാവീണ്യം അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. വികാരി ജനറലായിരുന്നു അദ്ദേഹം. തൃശ്ശൂർ അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ എല്ലാം
ഏകോപിപ്പിക്കുന്ന സാന്ത്വനത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ രൂപതയിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജീവിതം ഏറെ സുന്ദരമായിരുന്നു. ഒത്തിരിയേറെ പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ളതായിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതൻ എന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. അവിടെയും ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിട്ട് മാറി. സാഹിത്യരംഗത്ത് 50-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹം സാഹിത്യ മേഖലയിലും അറിയപ്പെടുന്ന ഒരു പൗരോഹിത്യ സാന്നിധ്യമായിട്ട് മാറി. ഈ രീതിയിൽ തൃശ്ശൂർ അതിരൂപതയുടെ ഏറെ അഭിമാനമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ.